പാതയിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാം. അഭ്യർത്ഥന പുറത്തിറക്കി ജനകീയ വികസന മുന്നണി പറവൂർ മണ്ഡലം സ്ഥാനാർത്ഥി ജി ഗോകുൽദേവ്. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ കൽപക വെഡ്ഡിങ്സ്, നോർത്ത് പറവൂർ. പുതിയൊരു പറവൂർ ലക്ഷ്യമാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി ഗോകുൽദേവ് രംഗത്ത്. 2026 ഏപ്രിൽ 9 നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനകീയ വികസന മുന്നണിയുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതായി ജി ഗോകുൽദേവ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പറവൂർ താലൂക്ക് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെയും പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന തനിക്ക് പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് മെമ്പറായും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. 19 വർഷത്തെ പൊതുപ്രവർത്തന പരിചയവും ജനങ്ങളുടെ പിന്തുണയും തന്നെയാണ് തന്റെ ശക്തിയെന്നും ഗോകുൽദേവ് കൂട്ടിച്ചേർത്തു. പുത്തൻവേലിക്കര സ്വദേശിയായ താൻ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുകയും മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പണാധിപത്യവും വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെ അവസരവാദിത്വവും ജനാധിപത്യത്തെ ബാധിക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു മാറ്റത്തിന് തുടക്കമിടേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പറവൂരിന്റെ സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനുമായി പുതിയൊരു പറവൂർ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമെന്നും ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സമയപരിധി കാരണം എല്ലാവരെയും നേരിൽ കാണാൻ സാധിക്കാത്തതിൽ ക്ഷമ ചോദിച്ച ഗോകുൽദേവ് വോട്ടർമാർ തനിക്ക് അനുകൂലമായി ബലൂൺ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, പറവൂർ. ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇതിനോടകം എല്ലാവരും തന്നെ അറിഞ്ഞതാണല്ലോ. ഇവിടെ ജനകീയ വികസന മുന്നണി എന്ന ഒരു മുന്നണി രൂപീകരിച്ച് ജില്ലാതലത്തിൽ ആ മുന്നണിയുടെ പ്രവർത്തകനായി അതിൻ്റെ നേതൃത്വത്തിൽ കൂടിയാലോചിച്ച് ആണ് സ്ഥാനാർത്ഥിയായി ഇവിടെ നിശ്ചയിക്കപ്പെട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പറവൂരിൻ്റെ കഴിഞ്ഞ 25 വർഷക്കാലമായി പറവൂരിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും കാര്യമായി നടന്നിട്ടില്ല. അതെല്ലാം കൃത്യമായി ചൂണ്ടിക്കാണിച്ച് പുതിയൊരു പറവൂർ എന്ന വികസന സ്വപ്നം, ഈ നാടിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. വളരെ വിരലിൽ നിന്നാവുന്ന ആളുകളെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി പരിപൂർണ സ്വതന്ത്ര സ്ഥാനാർത്ഥിമാരായി മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ പലവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായും ഇന്ന് ഒരു പാർലമെന്ററി രംഗം എടുത്തു നോക്കിയാൽ നമ്മൾ ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു തലം വിട്ടാൽ വലിയ രീതിയിലുള്ള പണാധിപത്യം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് സംജാതമായിട്ടുള്ളത്. അപ്പോൾ വലിയ പണക്കൊഴുപ്പുള്ളവർ മാത്രമാണ് ഈ രംഗത്തേക്ക് കടന്നു വരാൻ തന്നെ തയ്യാറാവുന്നത്. അതുമാത്രമല്ല, യുവാക്കൾ, നിരവധിയായ യുവാക്കൾ ഇവിടുന്ന് രാഷ്ട്രീയ രംഗത്തായിക്കോട്ടെ, മറ്റ് തലങ്ങളായിക്കോട്ടെ, തൊഴിൽ രംഗത്തായിക്കോട്ടെ, ഇവിടുന്നെല്ലാം അയറ്റപ്പെടുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ അതിനെല്ലാം വോട്ടിലൂടെ, നാട്ടിലെ ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു അവകാശമാണ് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുക, വോട്ടിലൂടെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു അവകാശം നമ്മൾ ദീർഘവീക്ഷണമായ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ വോട്ടിലൂടെ ആ അവകാശം വിനിയോഗിക്കപ്പെടണം. എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടണം. ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാനിവിടെ മത്സരിക്കുകയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ബലൂൺ അടയാളം നമ്മുടെ നാടിൻ്റെ വികസനത്തിനായി പുതിയ ഒരു പറവൂർ എന്ന ഒരു സ്വപ്നം, ഈ നാടിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി ബലൂൺ അടയാളത്തിൽ നിങ്ങളുടെ എല്ലാം വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ ഒന്നിച്ച ഭൂരിപക്ഷം വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടുമായി അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു, അപേക്ഷിക്കുന്നു. കേരളത്തിൽ പുതിയൊരു തലമുറ വളർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടാവണം. അതിനെല്ലാം എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ജി ഗോകുൽദേവ് എന്ന എനിക്ക് നിങ്ങളുടെ എല്ലാം വിലയേറിയ വോട്ടുകൾ നൽകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.